പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് നമ്മൾ ആരും അധികം ശ്രദ്ധിക്കാത്ത ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ്. ഗൂഗിളിൻ്റെ തന്നെ ഗൂഗിൾ ഗോ എന്നറിയപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ്. ഈ ആപ്ലിക്കേഷൻ കൊണ്ട് ഒരുപാട് പ്രയോജനമുണ്ട് കേട്ടോ. അതെന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ പരിശോധിക്കാൻ പോകുന്നത്. എന്തായാലും ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്തത് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് തരിക. ഇത് ഇഷ്ടമായി ഉപകാരമായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും നമുക്ക് ആ ഗൂഗിൾ ഗോ എന്ന് പറയുന്ന ആ ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ഞാൻ ആ ആപ്ലിക്കേഷൻ ഈ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഞാൻ എന്തായാലും ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. നമ്മൾ മെയിൽ ഐ ഡി വെച്ച് നമ്മളതിൽ ലോഗിൻ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു മെയിൽ ഐ ഡി വെച്ച് ഞാനിത് ലോഗിൻ ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. നമ്മൾ ഈ ആരോ മാർക്ക് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇവിടെ നമ്മുടെ ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ മലയാളം കൊടുത്തു. അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. ഇപ്പോൾ മലയാളം ലാംഗ്വേജ് കൊടുത്തുകൊണ്ടാണ് നമുക്കതെല്ലാം മലയാളത്തിൽ കാണാൻ സാധിക്കുന്നത്. ഇല്ല, ഇംഗ്ലീഷ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് മുഴുവനും ഇംഗ്ലീഷായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമുക്കിതിൽ പ്രയോജനമുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ക്യാമറയുടെ ഐക്കണിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ക്യാമറ തുറന്നു കഴിഞ്ഞാൽ ഒരു പെർമിഷൻ വരും, നമ്മളത് അലോ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു ഫോട്ടോ എടുക്കാൻ പോവുകയാണ്. ഒരു ടെക്സ്റ്റുള്ള ഒരു ഇംഗ്ലീഷ് ടെക്സ്റ്റുള്ള ഒരു ഫോട്ടോ ഇതാ ഞാൻ എടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ നമുക്കിവിടെ 3 ഓപ്ഷൻ താഴെ കാണാൻ സാധിക്കും. അതിൽ നമുക്ക് വിവർത്തനം എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ട്രാൻസ്ലേറ്റ് എന്നാണ് ഇംഗ്ലീഷ്. ഞാനിപ്പോൾ മലയാളം കൊടുത്തതുകൊണ്ടാണ് ഞാൻ ഇതിൽ വിവർത്തനം ഒന്ന് വന്നിട്ടുള്ളത്. നമ്മൾ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ബ്ലൂ ആയിട്ട് മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം നമുക്കിവിടെ 3 ഡോട്ട് കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം വിവർത്തന ഭാഷ മാറ്റുക എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഇതിപ്പോൾ നമുക്ക് ഏത് ഭാഷയിലേക്ക് വേണമെങ്കിലും ഇപ്പോൾ ഈ ടെക്സ്റ്റ് നമുക്ക് മാറ്റാവുന്നതാണ്. ഇപ്പം ഒരുപാട് ഭാഷ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനങ്ങളുടെ ഭാഷയും അന്യ രാജ്യങ്ങളുടെ ഭാഷയും എല്ലാം ഇവിടെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിൽ ഏത് ഭാഷ വേണമെങ്കിലും നമുക്കിതിൽ കൊടുക്കാവുന്നതാണ്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഞാനിപ്പോൾ തമിഴാണ് ക്ലിക്ക് ചെയ്തിരിക്കുന്നത്. നോക്കൂ, നമുക്കിപ്പോൾ ഇവിടെ തമിഴിൽ ഇവിടെ വായിച്ച് കേൾപ്പിച്ച് തരും കേട്ടോ. ഈ ആപ്ലിക്കേഷൻ വായിച്ച് കേൾപ്പിച്ച് തരും. ഇതായിപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. അത് പോയിട്ട് നമുക്ക് വീണ്ടും ഇതിലെ ഭാഷ മാറ്റാവുന്നതാണ്. ഇനി ഞാൻ മലയാളത്തിലേക്ക് മാറ്റാൻ പോവുകയാണ്. മലയാളം ഇവിടെ കൊടുക്കുകയാണ്. ഇതാ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മലയാളത്തിൽ അത് വിവർത്തനം ചെയ്ത് കാണാം. അതുപോലെ ഇതിലുള്ള ഏത് ഭാഷയിൽ വേണമെങ്കിലും നമുക്ക് വിവർത്തനം ചെയ്യാവുന്നതാണ്. വിവർത്തനം ചെയ്ത് നമുക്കത് കേൾപ്പിച്ച് തരും. ആ ആപ്ലിക്കേഷൻ തന്നെ നമുക്ക് വായിച്ച് കേൾപ്പിച്ച് തരും. അതുപോയിട്ട് നമുക്ക് ഈ ക്യാമറ ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഗ്യാലറി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. നമ്മളതിൽ ഈ ഗ്യാലറി ഓപ്പൺ ആവുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഏതെങ്കിലും ഇംഗ്ലീഷ് വാക്കുകൾ അറിയാത്ത ഒരു സ്ക്രീൻഷോട്ട്, ഇവിടെ വാട്സപ്പ് മെസ്സേജോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, വാട്സപ്പ് മെസ്സേജിൽ ഇപ്പോൾ നമുക്ക് ചിലതൊന്നും നമുക്ക് ഇംഗ്ലീഷ് അറിയാൻ സാധിക്കത്തില്ല. അത് ഇംഗ്ലീഷിലാണെങ്കിൽ മലയാളത്തിലാക്കാനും, മലയാളത്തിലാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിലാക്കാനും ആക്കി വായിച്ച് കേൾപ്പിച്ച് തരാനും ഈ ആപ്ലിക്കേഷൻ ഒരുപാട് ഉപകാരമാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഉപയോഗിച്ച് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഞാനിപ്പോൾ ഒരു മലയാളം സ്ക്രീൻഷോട്ട് ഇവിടെ കൊടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും. ഇത് നമുക്ക് വിവർത്തന ഭാഷ മാറ്റുക എന്നുള്ളത് ഇവിടെ കാണാൻ സാധിക്കും. ഇതിപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഇംഗ്ലീഷ് കൊടുത്താൽ മതി. ഇത് മുഴുവനും ഇംഗ്ലീഷിൽ നമുക്ക് വായിച്ച് കേൾപ്പിച്ച് തരും.
ഇതുപോലെ ഏതൊരു ഭാഷയിലായിരുന്നാലും വിവർത്തനം ചെയ്ത് നമുക്ക് കേൾപ്പിച്ച് തരും. എന്തായാലും ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. എവിടെയെങ്കിലും പോകുമ്പോഴായിരുന്നാലും ഒരു ഭാഷ മനസ്സിലാവാൻ പറ്റാത്ത ഒരു സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഉപകരിക്കും, ഉറപ്പാണ്. എന്തായാലും മറ്റൊരു വീഡിയോയുമായി എത്തുന്നവരെ ഗുഡ് ബൈ, എം കെ ചോയ്സ്.